അസ്സലാമു അലൈക്കും. സൗദി ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷബിൽ സലീം. ഇന്ന് നമ്മൾ ദമാമിലേക്കാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ ഷോപ്പിലേക്ക് ഗാർമെൻറ്റ്സ് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ദമാമിലെ യമനി മാർക്കറ്റിലുള്ള ഗാർമെൻറ്റ്സിൻ്റെ ഹോൾസെയിൽ ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ചങ്ക് സുധീർ കൂടെയുണ്ട്. സുധീർ, ഹായ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് ഗാർമെൻറ്റ്സ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളെല്ലാം കാണാം. ജുബൈയിൽ നിന്ന് ദമാമിലേക്ക് 80 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു 45 മിനിറ്റ് വണ്ടി ഓടിച്ചാൽ നമുക്ക് അവിടെ എത്താം. ആഴ്ചയിൽ 3-4 ദിവസം ഞാൻ ദമാമിൽ പോക്കുണ്ട്. പർച്ചേസിനായിട്ട് ദമാമിലാണ് പോക്ക്. എന്താലേ വണ്ടി, പുരുഷനിപ്പോൾ യുദ്ധമൊന്നുമില്ല എന്ന് തോന്നുന്നു. അതാ ഇവിടെ കിടന്ന് ഓടണേ. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റ് ജിദ്ദയിലാണ്. റിയാദാണ് ക്യാപിറ്റൽ എങ്കിലും. പിന്നെ റിയാദ് മാർക്കറ്റ്, പിന്നെ ദമാം മാർക്കറ്റ്. ഈ കാണുന്ന എക്സിറ്റ് അത് എയർപോർട്ടിലേക്കുള്ള എക്സിറ്റാണ്. ഞങ്ങളെല്ലാവരും സ്വപ്നം കാണുന്ന എക്സിറ്റാണ്. നാട്ടിലേക്ക് പോകണമെങ്കിൽ ഈ എക്സിറ്റ് എടുത്താൽ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകും. നമ്മളിപ്പോൾ പോകുന്നത് ദമാമിലുള്ള യമനി മാർക്കറ്റിലേക്കാണ്. അതായത് യമനി മാർക്കറ്റ് എന്നാണ് ആ സ്ട്രീറ്റിന് പേരെങ്കിലും അവിടെ ഉള്ളത് ബിസിനസ് ചെയ്യുന്നത് കൂടുതലും സൗദികളാണ്. അത് യമൻ്റെ ബോർഡറായ ജീസാൻ അവിടെയൊക്കെയുള്ള സൗദികളാണ് ഇവിടെ കൂടുതൽ ഗാർമെൻറ്റ്സിൻ്റെ ഹോൾസെയിൽ ബിസിനസ് നടത്തുന്നത്. സൗദികൾ മാത്രമല്ല, നമ്മൾ ഇന്ത്യക്കാരും ബംഗാളികളും എല്ലാവരും അവർക്ക് ഷോപ്പുകളുണ്ട്. അവരുടേതായ ബ്രാൻഡുകൾ അവർ വിൽക്കുന്നുണ്ട്. സൗദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബ്രാൻഡ്സും അവരിൽ അവൈലബിൾ ആണ്. അതായത് ബ്രാൻഡഡ് അല്ലാത്ത, ഹൈ ബ്രാൻഡഡ് അല്ലാത്ത നോർമലായിട്ടുള്ള ടീഷർട്ട്സ്, ബനിയൻ, അങ്ങനെയുള്ള എല്ലാം. അതിപ്പോൾ ബംഗ്ലാദേശിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട്, ഇന്ത്യയുടെ പ്രൊഡക്ട്സ് ഉണ്ട്, പാകിസ്ഥാനി ഉണ്ടാവും, മലേഷ്യ, അങ്ങനെ എല്ലാ രാജ്യത്തു നിന്നും വരുന്ന ക്ലോത്ത്സൊക്കെ അവരിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഏകദേശം ആ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരേ റേഞ്ചിലുള്ള എല്ലാത്തിനും ഒരേ വില തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ഷോപ്പിൽ കയറിയാലും നമുക്ക് ആ റേറ്റിൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. കാരണം അതൊരു ഫിക്സഡ് പ്രൈസായിരിക്കും. നമ്മൾ ഒരുപാട് ഷോപ്പുകൾ നോക്കേണ്ട കാര്യം. ഇപ്പോൾ നമ്മൾ ദമാം സിറ്റിയിലോട്ടുള്ള എക്സിറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞു. ദമാം ജുബൈൽ ഹൈവേയിൽ നിന്നും ദമാം സിറ്റിയിലേക്കുള്ള എക്സിറ്റാണ് ഇപ്പോൾ ഇറങ്ങിയത്. ഇപ്പോൾ ഇറങ്ങിയിട്ട് നേരെ പോകുന്ന ആ ട്രാക്ക് കോബാറിലേക്കുള്ള ട്രാക്കാണ്. ഇത് എയർപോർട്ട്, ദമാം എയർപോർട്ടിൽ നിന്ന് നേരെ കോബാറിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ദമാം സിറ്റി വഴിയാണ് ആ ഹൈവേ കടന്നു പോകുന്നത്. നമ്മൾ ഇതിലൂടെ കുറച്ച് പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് ലെഫ്റ്റ് എടുക്കണം. നല്ല ട്രാഫിക്കുള്ള ഒരു ഏരിയ ആണത്.
ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ലുലു മാളാണ്, നമ്മുടെ യൂസഫ് അലിഖാൻ്റെ ലുലു മാൾ. ഇതിനു മുമ്പ് ഈ മാള് ഷിറാം മാൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് പിന്നീട് ഇവർ ലുലു മാൾ ടേക്ക് ഓവർ ചെയ്ത് ഇപ്പോൾ അവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് ആയി വരുന്ന ഒരു മാർക്കറ്റാണ്, നല്ലൊരു ഏരിയയാണ്. എല്ലാ ലുലുവിലും ഉണ്ടാകുന്ന പോലത്തെ ഒരു ക്രൗഡ് പുള്ളിങ് ഈ ലുലുവിൽ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ലുലു ഹൈപ്പർ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇത് സിറ്റി ഫ്ലവർ സിഗ്നൽ. നമുക്കിപ്പോൾ ഈ സിറ്റി ഫ്ലവർ സിഗ്നൽ കഴിഞ്ഞ് ഉള്ള രണ്ടാമത്തെ റൈറ്റിലേക്കുള്ള എക്സിറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ എക്സിറ്റ് എടുത്ത് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതാണ് യെമിനി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ. ഇവിടെ അല്ലെങ്കിൽ വണ്ടി പൊക്കിക്കൊണ്ടുപോകും. അപ്പോൾ 2 റിയാലാണ് ഒരു മണിക്കൂറിന് ഇവിടെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതിട്ട് സ്ലിപ്പുമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ സ്ലിപ്പ് വെച്ചതിന് ശേഷം നേരെ കടക്കകത്തേക്ക് പോകും. ايوه يوتيوب لايك شير سبسكرايب سبسكرايب ماي channel سعودي توك. هذا من هذا صديق. اوكي صديق ها مين هذا حيمود هندية ولا ايش؟ هندية عندي بيرندي സുധീർ അബ്ദുള്ള. ഇവനെല്ലാം മലയാളം അറിയാം. 1 2 3 4 കറക്റ്റ് ഒക്കെ ആയിട്ട് هذا كبير مدير. مدير كبير. هذا كبير مدير. من اسمك؟ عبد الله. وين رو عبد الله؟ انا كيف يا مرحبا ايش هو؟ مشكلة لايك ايوه لايك.
മെൻസ് വെയറിൻ്റെ ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നേക്കാണ്. അത് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നോർത്ത് പസഫിക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഇത് അടിപൊളി ക്ലോത്തുകളാണ്. നമ്മളവിടെ കടയിൽ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പട്ട വിറ്റ് പോകുന്ന ഒരു സംഭവം. ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇവിടെ. നമ്മൾ സ്ഥിരം വന്നെടുക്കുക. നല്ല റേറ്റാണ്. നല്ല എന്താ പറയുക, ആളുകൾക്ക് മലയാളീസ് ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു ബ്രാൻഡാണ് സംഭവം നോർത്ത് പസഫിക്. അവരൊക്കെ ഇത് അവർ തന്നെ വേറൊരു ബ്രാൻഡാണ് ഫോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടിപൊളി. ഈ മെറ്റീരിയലൊക്കെ പ്ലെയിൻ മെറ്റീരിയൽ, നല്ല പ്യുവർ കോട്ടൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ ഇവരുടെ ഇതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നല്ല നല്ല ട്രാക്ക് പാൻറ്റുകളുണ്ട്. നല്ല റേറ്റിൻ്റെ ട്രാക്ക് പാൻറ്റുണ്ട്. ഇച്ചിരി ക്വാളിറ്റി കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ട്. നല്ല നല്ല ട്രാക്ക് പാൻറ്റുകളുണ്ട്. ടീഷർട്ട്സ്, നല്ല അടിപൊളി ഡിസൈൻസാണ്. നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ഇവിടെയുള്ള. ഇതൊക്കെ ഇട്ടിട്ട് ദുൽഖർ സൽമാനൊക്കെ ഒരു വരവുണ്ട് അല്ലേ? ഈ ഡിസൈനൊക്കെ ഇട്ടിട്ട് ടീഷർട്ട്സുകളും ഉണ്ട് നല്ല സാധാരണ. ഇതൊക്കെ സഖാവ് ടീഷർട്ടാണ്. റെഡ് കളർ കിടക്കാച്ചി. അടിപൊളിയാണ്. നല്ല കളറിലുള്ള വെറൈറ്റീസ് ഇഷ്ടംപോലെ. നല്ല നല്ല സൂപ്പർ ഫിനിഷിംഗ് ആണ്. നല്ല ഫിനിഷിംഗ് ആണ്. ലൈറ്റ് വെയിറ്റ് ആണ് ഈ ക്യാപ്പ്. ഇവരെ വേറൊരു ബ്രാൻഡാണ് എംപവർ എന്നും പറഞ്ഞു. നമ്മൾ സാധനങ്ങൾ എടുത്ത് സെലക്ട് ചെയ്ത് വെച്ചാണ് ഇതിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ സെലക്ട് ചെയ്ത സാധനങ്ങളാണ്, പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് പുള്ളി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ബില്ലടിക്കണം. ഇനി അടുത്ത ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.